ടു LPG Live കമ്പ്യൂട്ടർ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൻ്റെ 3rd ചാപ്റ്റർ. എല്ലാവരും എൻ്റെ ഒപ്പം തന്നെ പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങളുടെ കോമേഴ്സുകാരുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസുകാരുടെ 2nd ചാപ്റ്ററും നിങ്ങളുടെ 3rd ചാപ്റ്ററും ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ പരമാവധി ക്വസ്റ്റ്യൻസ് ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സീരീസിലെ 2nd ചാപ്റ്റർ എടുത്ത് നോക്കിയാൽ അവിടെ നിന്ന് കിട്ടുന്ന കുറേ ക്വസ്റ്റ്യൻസ്. എൻ്റെ ഒരു പ്രത്യേകത ഞാൻ അന്നും പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ചാപ്റ്റർ ഒന്ന് നോക്കുക, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. പിന്നെ നമ്മൾ ആൻസേഴ്സ് സഹിതം ഡിസ്കസ് ചെയ്യുന്നു. പരമാവധി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസൊക്കെ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ എന്നോടൊപ്പം തന്നെ പോകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം ഞാൻ അന്നും പറഞ്ഞായിരുന്നു, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഞാൻ പുതിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇത് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ലൈക്കും ചെയ്യാൻ മറക്കരുത്. ചാപ്റ്റർ 3 കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. ഇത് അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ തന്നെയാണ്. ഇതിൽ നമുക്ക് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ, വേസ്റ്റ്, ഗ്രീൻ കമ്പ്യൂട്ടിംഗ്, ഫ്രീ സോഫ്റ്റ്വെയർ, അങ്ങനെ അത്യാവശ്യം സ്ഥിരം ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നല്ല ലെങ്തിയർ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പക്ഷേ പഠിക്കാൻ ഈസിയാണ്, മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. എല്ലാം തിയറിയാണ്. നിങ്ങൾ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു ചാപ്റ്ററാണ്. സോ നമുക്ക് നോക്കിയാലോ. ടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ. നമ്മൾ ഈ മാർച്ച് 2020 ചോദിച്ച ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്കറിയാം, കാണാവുന്നതും തൊടാവുന്നതൊക്കെ ആയിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ പാർട്ടിന് നമ്മൾ പറയുന്നത് ഹാർഡ്വെയർ എന്നാണല്ലോ. ഓക്കെ. രണ്ടാമത്തത് നെയിംസ് ഓഫ് എനി 4 CPU രജിസ്റ്റേഴ്സ്. നമുക്ക് 5 CPU രജിസ്റ്റേഴ്സ് ഉണ്ട്. അക്യുമുലേറ്റർ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ബഫർ രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആൻഡ് പ്രോഗ്രാം കൗണ്ടർ. ഇതിലേതെങ്കിലും 4 എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. കമ്പയർ റാം ആൻഡ് റോം. റാം ആൻഡ് റോം ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. റാം ഇസ് ഫാസ്റ്റർ ദാൻ റോം. അപ്പോൾ റോം ഓട്ടോമാറ്റിക്കലി ഇറ്റ് സ്ലോവർ മെമ്മറി. പ്രോഗ്രാം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ പ്രോഗ്രാം, ഡാറ്റ, ഇതെല്ലാം നമ്മുടെ റാമിൻ്റെ അകത്ത് ഉണ്ടാവും. റോമിൻ്റെ അകത്ത് ആകെ ഉണ്ടാകുന്നത് കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ് റോമിൽ ഉണ്ടാവുക. റാമിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് റീഡും ചെയ്യാം, റൈറ്റും ചെയ്യാം. റോമിൻ്റെ അകത്ത് നിന്ന് നമുക്ക് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, അതിനകത്തേക്കൊന്നും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. റാം വോളറ്റൈലാണ് എന്ന് പറയുമ്പോഴത്തേക്കും കറണ്ട് പോയി കഴിയുമ്പോൾ അതിലുള്ള കണ്ടൻസ് ഒക്കെ ഇറേസ് ആയി പോകും. റോം നോൺ വോളറ്റൈലാണ്. അതിനകത്ത് എന്തുണ്ടായി കഴിഞ്ഞാലും അത് കറണ്ട് പോയി കഴിഞ്ഞാലും അത് അതേപോലെ തന്നെ നിൽക്കും. ഓക്കെ. റൈറ്റ് ഷോർട്ട് നോട്ട് അബൌട്ട് എനി 3 ഔട്ട്പുട്ട് ഡിവൈസസ്. നമ്മളിപ്പോൾ നോക്കിയത് ശരിക്കും ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ തൊട്ട് മുമ്പ് നോക്കിയത്. ഓക്കെ. ഇപ്പോൾ സെക്കൻഡ് പാർട്ട് 3 മാർക്ക് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ 3 ഔട്ട്പുട്ട് ഡിവൈസസ്. നോക്കാം. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മോണിറ്ററിനെയാണ് ഉദ്ദേശിക്കുക. അപ്പം മോണിറ്റർ പലതരത്തിലുള്ള മോണിറ്റേഴ്സ് ഉണ്ട്. നമുക്ക് CRT, ലിക്വിഡ് ക്രിസ്റ്റൽ, തിൻ ഫിലിം ട്രാൻസിസ്റ്റേഴ്സ്, LED മോണിറ്റർ, അങ്ങനെ കുറേ ടൈപ്പ് മോണിറ്റേഴ്സ് ഉണ്ട്. രണ്ടാമത്തെ LCD പ്രൊജക്ടറാണ്. നിങ്ങൾ എല്ലാവരും ഒക്കെ സ്കൂളിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. എല്ലാവരുടെയും ക്ലാസ് റൂമിൽ തന്നെയുള്ള ഒരു സംഭവമാണ് LCD പ്രൊജക്ടർ. അപ്പോൾ നമ്മുടെ ഇമേജ് കമ്പ്യൂട്ടറിലൂടെയുള്ള എല്ലാ സംഭവങ്ങളും പ്രോജക്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റമാണ് LCD പ്രൊജക്ടർ. മൂന്നാമത് വന്നിട്ട് പ്രിൻ്ററാണ്. പ്രിൻ്റർ നിങ്ങൾക്കറിയാം, ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള പ്രിൻറ്റേഴ്സ് നമുക്കുണ്ട്. ലേസർ, ഇങ്ക്ജെറ്റ്, എക്സെട്ര. മാർച്ച് 2009 1 മാർക്ക് ക്വസ്റ്റ്യൻ. സ്മോളർ ആൻഡ് ഫാസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ പ്രോസസ്സർ ആൻഡ് റാം. ശരിക്കും പ്രോസസ്സറിൻ്റെ റാമിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു മെമ്മറി ഉണ്ട്. അതിൻ്റെ പേര് നമ്മൾ ക്യാഷ് മെമ്മറി എന്ന് പറയും. 1 മാർക്ക് ക്വസ്റ്റ്യൻ. നെയിം എനി 4 e-waste ഡിസ്പോസൽ മെത്തേഡ്. e-waste വളരെയധികം പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അതിൻ്റെ പേര് മാത്രം ചോദിക്കുമ്പോൾ റീയൂസ്, ഇൻസിനറേഷൻ, റീസൈക്ലിംഗ്, ലാൻഡ് ഫില്ലിംഗ് എന്ന് നമുക്ക് എഴുതാം. മാർച്ച് 2009 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. കുറേ സബ്ഡിവിഷൻസ് ആണ് നമുക്ക് നോക്കാം. റൈറ്റ് എനി 2 എക്സാമ്പിൾസ് ഓഫ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ്. ലൈറ്റിൻ്റെ സഹായത്തോടു കൂടി സ്റ്റോറേജ് നടത്തുന്ന ഡിവൈസ് നമുക്കറിയാം. CD, DVD, ബ്ലൂറേ ഡിസ്ക് ഒക്കെ ഇതിൽ വരുന്നതാണ്. രണ്ടാമത് റീഅറേഞ്ച് ദ ഫോളോയിങ് മെമ്മറി ഇൻ ഡിസെൻഡിങ് ഓർഡർ ഡിപ്പെൻഡിങ് ഓൺ ദ സ്പീഡ് കുറയണ അനുസരിച്ച് അറേഞ്ച് ചെയ്യാനാണ്. അത് അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പീഡ് ഉള്ളത് ആദ്യം വരും. ഏറ്റവും കൂടുതൽ സ്പീഡ് ഈ 4 എണ്ണത്തിലുള്ളത് രജിസ്റ്റർ, പിന്നെ ക്യാഷ് മെമ്മറി, പിന്നെ റാം, പിന്നെ ഹാർഡ് ഡിസ്ക്. മൂന്നാമത്തത് 4 മേജർ ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പ്രോസസ് മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ് ആൻഡ് സെക്യൂരിറ്റി മാനേജ്മെന്റ്. വീണ്ടും വേസ്റ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, വേസ്റ്റ് വളരെ ഇമ്പോർട്ടൻറ്റ്. 2019, 16, 15 ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം വേസ്റ്റ് പല നമുക്ക് ആവശ്യമില്ലാത്ത കമ്പ്യൂട്ടേഴ്സ് ആവാം, നമ്മൾ വലിച്ചെറിഞ്ഞിട്ടേക്കുന്ന മോണിറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് ആവാം.
പക്ഷെ അത് വെറുതെ ഇങ്ങനെ കിടന്ന് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണത്. ഈ രണ്ട് ഡിസ്പോസൽ മെത്തേഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ റീയൂസ്, അതായത് സെക്കൻഡ് ഹാൻഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമുക്ക് ആരെങ്കിലും കൊടുത്താൽ സെക്കൻഡ് ഹാൻഡ് യൂസ് ചെയ്യും, വേസ്റ്റ് ആയി പോകില്ല. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവത്തിനെ കത്തിച്ച് കളയുന്ന ഒരു പ്രോസസ്സിനാണ് ഇൻസിനറേഷൻ എന്ന് പറയുക. പ്രത്യേക ഒരു കമ്പഷൻ പ്രോസസ്സാണ്. അതിന് ഇൻസിനറേറ്റർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് 900 to 1000 ഡിഗ്രി സെൽഷ്യസിലാണ് അതിനെ കത്തിക്കുന്നത്. ജൂലൈ 2019 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇംപ്രൂവ്മെൻറ്റില്ല. ഫീച്ചേഴ്സ് ഓഫ് എനി 5 ഇൻപുട്ട് ഡിവൈസസ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും ഒക്കെ ഒരു 5 എണ്ണം മിനിമം പഠിച്ചു വെക്കുക. 5 എണ്ണം എന്ന് പറയുമ്പോഴത്തേക്കും മൗസും കീബോർഡും നമ്മുടെ കയ്യിൽ ഉണ്ട്. അത് കൂടാതെ ഒരു 5 എണ്ണം നമ്മൾ പഠിച്ചു വെക്കണം, നല്ലതായിരിക്കും. ലൈറ്റ് പെൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്രീനിലേക്ക് എഴുതാൻ യൂസ് ചെയ്യുന്ന പ്രത്യേക തരം പെന്നാണ് ലൈറ്റ് പെൻ. എഞ്ചിനീയേഴ്സും ആർട്ടിസ്റ്റൊക്കെ യൂസ് ചെയ്യുന്നതാണ്. രണ്ടാമത് ടച്ച് സ്ക്രീൻ. നമുക്കറിയാം മൊബൈൽ ഫോണിൽ ടച്ച് സ്ക്രീൻ ഉണ്ട്, ATMസിൽ ഒക്കെ ടച്ച് സ്ക്രീൻ ഉണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ ടച്ച് സ്ക്രീൻ ഉണ്ട്. ഇതെല്ലാം ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്, കാരണം നമ്മൾ ടച്ച് ചെയ്യുന്നതോടുകൂടി അതിൽ ഇൻപുട്ട്. അടുത്തത് ടച്ച് പാഡാണ്. ടച്ച് പാഡ് സാധാരണ രീതിയിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പിലൊക്കെ എല്ലാ ലാപ്ടോപ്പിലും ഉണ്ടാവും. അതായത് മൗസ് ഇല്ലാതെ നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ടച്ച് പാഡ്. നാലാമത്തത് ജോയ്സ്റ്റിക് ആണ്. ജോയ്സ്റ്റിക് സാധാരണ രീതിയിൽ നമ്മൾ വീഡിയോ ഗെയിമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ റോബോട്ട്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ജോയ്സ്റ്റിക്. അഞ്ചാമത്തത് നമ്മൾ മൈക്രോഫോൺ ആണ് കൊടുത്തിരിക്കുന്നത്. മൈക്രോഫോൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഓഡിയോ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ് മൈക്രോഫോൺ. വാട്ട് ഇസ് ക്യാഷ് മെമ്മറി? ക്യാഷ് മെമ്മറി നേരത്തെ നമ്മൾ 1 മാർക്കിന് വേറെ ക്വസ്റ്റ്യൻ കണ്ടു, വീണ്ടും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നു. പക്ഷേ ഈ പ്രശ്നം ഡെഫിനിഷനായി ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ പ്രോസസ്സറിൻ്റെ റാമിൻ്റെ ഇടയിലുള്ള ഒരു സ്മോൾ ആൻഡ് ഫാസ്റ്റ് മെമ്മറിയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഡാറ്റ, ഇൻസ്ട്രക്ഷൻസ് അതൊക്കെ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമാണ് ക്യാഷ് മെമ്മറി. അടുത്ത് നോക്കുക, 2 different language processors which translate high level language program into machine level language program. നമുക്ക് 2 ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ഉണ്ട്, ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട്. ദേ ആർ കമ്പൈലർ ആൻഡ് ഇൻ്റർപ്രറ്റർ. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ് എക്സാമ്പിൾ ചോദിച്ചിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് നിങ്ങൾക്ക് അറിയാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസറിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെ ഇടയിൽ ഇൻ്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ കമ്പ്യൂട്ടറിനെ വളരെ കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എക്സാമ്പിൾ വിൻഡോസ്, ലിനക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ വേരിയസ് കമ്പോണൻസ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. 3 കമ്പോണൻസ് ആണുള്ളത്: ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ആൻഡ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് നേരം മുമ്പ് തന്നെ പറഞ്ഞു, യൂസറിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ഇടയിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ വിൻഡോസ്, ലിനക്സ് ഒക്കെ നമുക്ക് പറയാം. ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൈ ലെവൽ ലാംഗ്വേജിനെയോ അല്ലെങ്കിൽ അസംബ്ലി ലെവൽ ലാംഗ്വേജിനെയോ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം പ്രോഗ്രാംസ് ആണ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്. എക്സാമ്പിൾ കമ്പൈലർ, ഇൻ്റർപ്രറ്റർ ആൻഡ് അസംബ്ലർ. അടുത്തത് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. അത് കുറേ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ഉണ്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ മെയിൻ്റനൻസിനും അതുപോലെ കറക്റ്റായിട്ട് ടാസ്കുകളൊക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ആൻറ്റി വൈറസ് കംപ്രഷൻ ടൂളൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മേജർ ഫങ്ഷൻസ് ഒരു 5 എണ്ണം ഉണ്ട്: പ്രോസസ് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ്, സെക്യൂരിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് കമാൻഡ് ഇൻ്റർപ്രിറ്റേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഫാസ്റ്റ് മെമ്മറി ഇൻ എ കമ്പ്യൂട്ടർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് ആക്ച്വലി ക്യാഷ് മെമ്മറി ആണ്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിനെ കാറ്റഗറൈസ് ചെയ്യുക, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ പാക്കേജ്, യൂട്ടിലിറ്റി പ്രോഗ്രാം. നമുക്കൊരു കുറച്ചധികം സോഫ്റ്റ്വെയർസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക, ഏതൊക്കെ ഏതിൽ വരും എന്നുള്ളത് നമുക്കറിയാം. ലിനക്സും വിൻഡോസും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരും എന്നറിയാം. അപ്പോൾ അത് നമ്മൾ അങ്ങനെ കൊടുത്തു. പിന്നെ ഓപ്പൺ ഓഫീസ് കാൽക്കും ഓപ്പൺ ഓഫീസ് റൈറ്റർ, അതൊരു ആപ്ലിക്കേഷൻ പാക്കേജ് ആണ്. പിന്നെ ഉള്ളത് വിൻസിപ്പും കാസ്പർസ്കി. കാസ്പർസ്കി ഒരു ആൻറ്റിവൈറസ് ആണ്. വിൻസിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്രഷൻ ടൂളാണ്. അപ്പോൾ അതൊക്കെ യൂട്ടിലിറ്റി പ്രോഗ്രാംസിൽ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, 1 byte = ഡാഷ് ബിറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1 byte എന്ന് പറഞ്ഞാൽ 8 bits ആണെന്ന് അറിയാം. അതുപോലെ തന്നെ വേരിയസ് ടൈപ്സ് ഓഫ് മെമ്മറീസ് ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം. പ്രൈമറി മെമ്മറി ഉണ്ട്, റാമും റോമും. അതുപോലെ തന്നെ സെക്കൻഡറി മെമ്മറി. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇത് ആദ്യത്തെ ക്വസ്റ്റ്യൻ 1 മാർക്കിൻ്റെയും രണ്ടാമത്തത് 4 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ പ്രൈമറി മെമ്മറി, റാമും റോമും നമ്മൾ ഓൾറെഡി ആദ്യം ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എഴുതണം. സെക്കൻഡറി മെമ്മറിയിൽ തന്നെ നമ്മൾ മാഗ്നറ്റിക് സ്റ്റോറേജ്, ഒപ്റ്റിക്കൽ സ്റ്റോറേജ്, സെമി കണ്ടക്ടർ സ്റ്റോറേജ് അങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ മാഗ്നറ്റിക് സ്റ്റോറേജിൽ മാഗ്നറ്റിക് ടേപ്പ്, ഹാർഡ് ഡിസ്ക് ഒക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് ടേപ്പ് അല്ലെങ്കിൽ മെറ്റൽ ഡിസ്ക് ഒക്കെ യൂസ് ചെയ്യണത് മാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ചാണ് അതിനെ കോട്ട് ചെയ്യുക.
പിന്നെ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ സഹായത്തോടു കൂടി റീഡിങ്ങും റൈറ്റിങ്ങും ഡിസ്കിലേക്ക് നടത്തുന്നു. അതിന് CD, DVD, ബ്ലൂറേ ഡിസ്ക് ഉണ്ട്. ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ലൈറ്റ് ലേസർ ബീമാണ്. മൂന്നാമത് സെമി കണ്ടക്ടർ സ്റ്റോറേജ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ പ്രോം ചിപ്സ്, ഇലക്ട്രോണിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ചിപ്സ് ആണ് യൂസ് ചെയ്യുക. USB ഫ്ലാഷ് ഡ്രൈവ്സ്, മെമ്മറി കാർഡ്സ് ഒക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് ദ ഫോളോയിങ് മെമ്മറി ഡിവൈസ് ഇൻ ദ ഓർഡർ ഓഫ് ദ സ്പീഡ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ഓപ്ഷൻ തരും. ഇത് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പീഡുള്ള രജിസ്റ്റേഴ്സ് ആണ്, പിന്നെ ക്യാഷ് മെമ്മറി, പിന്നെ റാം, പിന്നെ ഹാർഡ് ഡിസ്ക്. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫ്രീ വെയറും ഷെയർ വെയറും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. ഫ്രീ വെയർ എന്ന് പറയുമ്പോഴത്തേക്കും കോപ്പറേറ്റഡ് സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ നമുക്ക് ഫ്രീ യൂസ് ചെയ്യാൻ തരും, പക്ഷെ കുറച്ച് നാളത്തേക്കായിരിക്കും തരിക. ഷെയർ വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയൽ ബേസിസിൽ യൂസ് ചെയ്യണം. അതായത് ആ സോഫ്റ്റ്വെയറിൻ്റെ കംപ്ലീറ്റ് ഫീച്ചറൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, പക്ഷെ ഒരു ട്രയലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി തരും. അതിന് പേയ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ബ്ലോക്ക് ഡയഗ്രാമിൻ്റെ സഹായത്തോടുകൂടി ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ 2017 മാർച്ചിൽ ചോദിച്ചിട്ട് പിന്നെ ഇതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ പിന്നെ ചോദിച്ചിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ബ്ലോക്ക് ഡയഗ്രാം. ഭയങ്കര ഈസിയാണ്. ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, അങ്ങനെ കുറേ യൂണിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ ക്ലാസ് മുതൽ അറിയാവുന്ന ഒരു ഡയഗ്രമാണിത്. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻപുട്ട് യൂണിറ്റ് നിങ്ങൾക്കറിയാം, ഡാറ്റ ഇൻസ്ട്രക്ഷനൊക്കെ കളക്ട് ചെയ്ത് പ്രോസസ് ചെയ്യാൻ കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് യൂസ് ചെയ്യാം. നമ്മുടെ കീബോർഡോ മൗസോ അതേപോലെ എന്തെങ്കിലും. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റാണ് രണ്ടാമത്തത്. കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിനാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. എല്ലാ മേജർ കമ്പ്യൂട്ടേഷൻസും CPU ആണ് ചെയ്യുക. CPUയുടെ അകത്തുള്ളതാണ് കൺട്രോൾ യൂണിറ്റ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആൻഡ് രജിസ്റ്റേഴ്സ്. മൂന്നാമത് വന്നിട്ട് സ്റ്റോറേജ് യൂണിറ്റ്. താൽക്കാലികമായിട്ടാണെങ്കിലും പെർമനൻ്റ് ആയിട്ടാണെങ്കിലും സ്റ്റോറിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റോറേജ് യൂണിറ്റ്. അതിന് 2 തരത്തിലുള്ള മെമ്മറി ഉണ്ട്, പ്രൈമറിയും സെക്കൻഡറി മെമ്മറിയും നമ്മൾ പഠിച്ചതാണ്. നാലാമത് വന്നിട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്. നമുക്ക് കിട്ടുന്ന ഡാറ്റ എല്ലാം പ്രോസസ്സ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ നമ്മൾ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഔട്ട്സൈഡ് വേൾഡിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. അതിനുവേണ്ടി മോണിറ്ററോ പ്രിൻ്ററോ ഒക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഇതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് 2016. ഹാർഡ് ഡിസ്കിലെ സ്കാറ്റേർഡ് ഫയൽസിനെ ഒരുമിച്ച് റീഅറേഞ്ച് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസ് നന്നാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ബാക്കപ്പ് ഉണ്ട്, ഫയൽ കംപ്രഷൻ ഉണ്ട്, ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ ഉണ്ട്, ആൻറ്റിവൈറസ് ഉണ്ട്. ആൻസർ ഇസ് ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് രജിസ്റ്റർ ഹോൾഡ്സ് എ മെമ്മറി അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. നമുക്ക് 5 രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഓരോ രജിസ്റ്റേഴ്സിനും ഓരോ പേർപ്പസ് ഉണ്ട്. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷന് മെമ്മറി അഡ്രസ് ഹോൾഡ് ചെയ്യുന്ന രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ. കമ്പ്യൂട്ടർ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിന്റെ 3rd ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. So I'll be coming back with the 4th chapter in a very short while. So wait for that. Thank you.